അമ്മ ഇതൊക്കെ കുറെ കൊല്ലം മുമ്പുള്ള ഇതൊക്കെ കളഞ്ഞിട്ടേ. ഇവിടെ വന്നാൽ ഇതാണ് പ്രശ്നം, വണ്ടിയുടെ സൗണ്ട് ഭയങ്കരമായിരിക്കും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആക്ച്വലി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതൊന്നുമല്ല, ഇവിടെ വന്നപ്പോൾ എടുക്കണം തോന്നി, അങ്ങനെ ഫോൺ ഓൺ ആക്കിയതാട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ മഞ്ചിക്കൽ വീട്ടിലാണ് നിൽക്കുന്നത്. ആയിക്കോട്ടെ. അപ്പോൾ നമ്മളിപ്പം മഞ്ചിക്കൽ വീട്ടിലാണ് നിൽക്കുന്നത്. ഞാനും ഉമ്മച്ചിയും രാവിലെ അല്ല, ഉച്ചയാവാനായിട്ടുണ്ട്. അവിടുത്തെ എല്ലാ പണിയും കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഈ സമയമായി. പിന്നെ അത്തച്ചി വന്ന് അത്തച്ചിനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളിങ്ങ് വന്നാട്ടെ. ഇവിടെ ഒന്ന് തൂത്ത് തുടച്ച് കുറെ ആക്രി സാധനങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. ഇവിടെ വന്നാൽ ഇതാണ് പ്രശ്നം, വണ്ടിയുടെ സൗണ്ട് ഭയങ്കരമായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഒത്തിരി താമസിക്കാതെ ഇങ്ങോട്ടേക്ക് താമസം മാറുമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ ഒന്ന് റെഡിയാക്കി എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിന് മുമ്പും നമ്മൾ മറ്റേ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഉള്ള വീട്ടിലേക്ക് മാറുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് വരണമെന്ന് വിചാരിച്ചാണ്. അത് കരുതി ഇവിടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റായതാണ് കേട്ടോ. പെയിൻ്റൊക്കെ അടിച്ചിട്ടിരുന്നതാണ്. പക്ഷേ അതിനിടയ്ക്ക് വെള്ളത്തിൻ്റെ ഒരു ഇഷ്യൂ വന്നു. അപ്പോൾ പിന്നെ ഇവിടെ വെള്ളമില്ലാതെ നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇത്രയും നീണ്ടുപോയത്. ഇപ്പോൾ എന്തായാലും ഇനി ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നമ്മൾ വീണ്ടും ഇങ്ങോട്ടേക്ക് വരികയാണ്. നമ്മളല്ല, ഉമ്മച്ചിയും അത്തച്ചിയും മറ്റുമ്മച്ചിയൊക്കെ ഇങ്ങോട്ടേക്ക് താമസം മാറുകയാണ്, ഒത്തിരി താമസമില്ലാതെ. അതായത് ഈ മാസം ലാസ്റ്റ് അല്ല, അടുത്ത മാസം ആദ്യമായിട്ട് നമ്മൾ മാറും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ ഒന്ന് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിടണം. വീടൊക്കെ ഞാനൊന്ന് കാണിച്ചു തരട്ടെ. കുറേ നാളിന് ശേഷമായിരിക്കുമല്ലോ നിങ്ങളും കാണുന്നത്. മൊത്തം മാറാലയൊക്കെ പിടിച്ച് നാശമായിട്ട് കിടക്കുകയാണ്. നല്ല പണിയുണ്ട്. ഇന്ന് ഒരു ദിവസം കൊണ്ട് തീർത്തൊന്നുമില്ല. എന്നാലും ഇന്ന് ആവശ്യമില്ലാത്ത സാധനമൊക്കെ ഒന്ന് പറക്കി ആക്രക്കി കൊടുത്തിട്ട് ബാക്കി ഒന്ന് മാറാലയൊക്കെ തൂത്തൊന്ന് അടിച്ചു വാരി ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങ് പോകുന്നതാട്ടോ. പിന്നെ നമ്മുടെ കടയുടെ ഈ പട്ടികയൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചേക്കാണ്. പിന്നെ പെയിൻ്റൊക്കെ ഒന്ന് അടിച്ചതായതുകൊണ്ട് ഇനിയിപ്പോൾ പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വീട്ടിൽ നിന്നാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ജേണി സ്റ്റാർട്ട് ചെയ്തത്. ഈ വീടിൻ്റെ ഹോം ടൂർ ഇട്ടതിന് ശേഷമാണ് നമ്മുടെ ചാനൽ അങ്ങ് കത്തിക്കേറിയത്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി ക്ലീനിങ് പരിപാടിയിലേക്ക് കിടക്കാം. അമ്മ ഇതൊക്കെ കുറെ കൊല്ലം മുമ്പുള്ള ഇതൊക്കെ കളഞ്ഞിട്ടേ. എന്താണ് കേട്ടോ. സത്യത്തിൽ വീട്ടിലുള്ള എല്ലാവരും കൂടി വരണമായിരുന്നു ഈ ക്ലീനിങ്ങിന്. കാരണം ഓരോരുത്തരുടെ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, കുറേ അനിയൻ്റെ, കുറേ അത്തച്ചിയുടെ, മറ്റേ എന്താണ് ഈ സ്ക്രൂ ഡ്രൈവർ പോലത്തുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു, ഓരോ പെട്ടിയിലും ഓരോ കൂടിലൊക്കെ ആയിട്ട്. അപ്പോൾ അവരെയും കൂടെ കൂട്ടിയിട്ട് വന്നാലാണ് ഇത് ഏതാണ് ആവശ്യമുള്ളത് ഏതാണ് ആവശ്യമില്ലാത്തതെന്നൊക്കെ ഉള്ളത് മനസ്സിലാവുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളെന്തായാലും അവിടെ ഇവിടെ ഇരുന്ന കൂടിൻ്റെ അകത്തുനിന്നൊക്കെ കുറേ കൊട്ടിയിട്ടിട്ട് അതിൽ നിന്ന് ആവശ്യം തോന്നുന്നത് മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയൊക്കെ മാറ്റി വെച്ചു കേട്ടോ. അല്ലാതെ വേറെ വഴിയില്ലല്ലോ ഇപ്പോൾ തൽക്കാലത്തേക്ക്. മുത്തെടുത്ത് ചെങ്ങളെ നല്ല സാധനമല്ലേ, കൊച്ചിന് കോർത്ത് കൊടുക്കാം വെക്ക്. ഇത് ഏതിൻ്റെ ആയിരുന്നു? മാലയുടെ ആണോ?
മാല എനിക്ക് ആരോ ഗിഫ്റ്റ് തന്നതാട്ടോ. അത് ആര് തന്നെയാവാ? എന്നിട്ടത് പൊട്ടിപ്പോയപ്പോൾ ഞാൻ എടുത്തു വെച്ചത്. ആര് തന്നെയെന്ന് ഓർക്കണല്ലോ. ആൻറ്റിയാണ് ആരോ തന്നത്. നമ്മൾ കുറേ ആക്രി സാധനമൊക്കെ പറക്കിക്കൊണ്ട് മുംബൈസ്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ അവൻ്റെ ഇവിടെ 1-2 പെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൽ നിന്ന് ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് അതുകൊണ്ട് അങ്ങോട്ടേക്ക് വെച്ച് കിട്ടും ആക്രിക്ക് കൊടുക്കാനുള്ളത്. പിന്നെ ഇവിടെ കുറേ നേരം വാരി കിടപ്പുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. അങ്ങനെ 2 റൂമിലെയും പിന്നെ അടുക്കളയിലെയൊക്കെ സാധനങ്ങൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ മാറ്റിയപ്പോഴേക്കും മീനക്ക വന്നു കേട്ടോ. പിന്നെ അതിൽ നിന്ന് നമ്മൾ ഓരോ കൂട്ടിലൊക്കെ ആക്കിയിട്ട് മാറ്റി വെച്ചു. പിന്നെ ആ കടയുടെ ആ ഭാഗത്തായിട്ടും കുറേ സാധനങ്ങളുണ്ടായിരുന്നു. കുറച്ച് ചെരുപ്പും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി എല്ലാം വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. അടുത്തോ നോമ്പും വെച്ചോണ്ടൊന്നും പറ്റില്ല അല്ലേ. ദാഹിച്ചിട്ട് ഇങ്ങനെ തൊണ്ട വരണ്ടിട്ട് ഒരു രക്ഷയില്ലേ. അതെ, ഈ മൂലയിലൊക്കെ കുറേ സാധനങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് ആക്രിക്ക് കൊടുത്തു. പിന്നെ ഇവിടെയൊക്കെ ചുമ്മാ ഒന്ന് ഒതുക്കിയിട്ടതേ ഉള്ളൂ കേട്ടോ. റൂമും ചുമ്മാ ഒന്ന് അടിച്ചു വരും. പക്ഷെ ഇതിങ്ങനെ ആക്കിയാലും കാര്യമില്ല. നന്നായിട്ട് മറ്റേ മാറാലയൊക്കെ തൂത്ത് പിന്നെ ഇനി കഴുകിയിട്ടാലാണ് കറക്റ്റ് ഒന്ന് ഇതിൻ്റെ അകത്ത് നമുക്ക് ഒന്ന് താമസിക്കാൻ പാകത്തിനാവുള്ളൂ. അതപ്പോൾ ഇനി പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് ഓർത്താട്ടോ ഇരിക്കണേ. ഇന്ന് അടിച്ചു വാരി കളയണം. ഫുള്ള് പൊടിയാണ്. പിന്നെ ഉണ്ടോ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ കാട് പിടിച്ച് ഇരിക്കുകയാണ്. ഇതൊക്കെ ഒന്ന് റെഡിയാക്കണം. നമ്മുടെ ടാങ്ക് അപ്പം വെള്ളത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറയില്ല. അതൊക്കെ റെഡി ആയതിന് ശേഷമാണ് നമുക്കിനി വരാൻ പറ്റുള്ളൂ. ഇവിടെ ഈ മരുന്നടിച്ചിട്ട് പുല്ലൊക്കെ ഫുള്ള് കളയാനുള്ളതാണ്. നല്ല പണിയുണ്ടെന്ന് ചുരുക്കം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഏകദേശം പണികളൊക്കെ ഒതുങ്ങി കേട്ടോ. ഒതുങ്ങിയെന്ന് വെച്ചാൽ മെയിനായിട്ടും ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വന്നത് ഇവിടെ കുറേ ആക്രി സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ വന്ന ഉടനെ തന്നെ എല്ലാം ആവശ്യമില്ലാത്തൊക്കെ ഒന്ന് എടുത്ത് മാറ്റി. കുറേ ഈ പെട്ടിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ പെട്ടിയുടെ ഉള്ളിൽ കുറേ സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫുള്ളെടുത്ത് പുറത്തിട്ട് അതിലാവശ്യമുള്ളതൊക്കെ എടുത്ത് മാറ്റി ബാക്കിയൊക്കെ ഒന്ന് കൊടുത്തു വിട്ടിട്ടുണ്ട്. മൊത്തത്തിൽ അടുക്കളയാണെങ്കിലും മറ്റേ റൂമിലിരുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒന്ന് തൂത്തുവാരി ഇട്ടതേ ഉള്ളൂ. പക്ഷെ മാറാല കാര്യങ്ങളൊന്നും അടിച്ചിട്ടൊന്നുമില്ല. അതിനുള്ളൊരു സമയമില്ല. കാരണം ഒന്നാമത് നമ്മൾ ഉച്ചയാവാനായപ്പോഴാണ് വന്നത്. പിന്നെ പോയിട്ട് വേണം ഇനി ചായക്ക് ഉണ്ടാക്കാനൊക്കെ. പിന്നെ നോമ്പും പിടിച്ചുകൊണ്ടൊന്നും പറ്റില്ല ഗൈസ്. അയ്യോ, പകുതിയായപ്പോഴേക്കും ഞാനിവിടെ കിടന്നു പോയിട്ടോ. ശരിക്കും എടുത്ത് ഒന്നാമത് ചൂട്, വെയിൽ. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ റോട്ടിൽ നിന്നുള്ള ചൂടും കൂടി ഉണ്ടല്ലോ. അപ്പം നമ്മളിങ്ങനെ തളർന്നു പോവും. ഞാനിപ്പോൾ അവിടെ ഒന്ന് മറ്റേ മുൻവശമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി കൊടുത്തിട്ട് വന്നേ ഉള്ളൂ. എന്നാലും കുറച്ചുകൂടെയൊക്കെ ഉണ്ടാവും ഉമ്മച്ചി ചെയ്തോളാന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വന്നതാണ്. അപ്പം ഞാൻ സത്യത്തിൽ ഈ ഒരു വീഡിയോ എടുക്കാനിരുന്നൊന്നുമല്ല. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ എടുത്തേക്കാന്ന് വിചാരിച്ചു. പിന്നെ അപ്പോൾ ഇനി നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെത് റെഡിയായി കഴിയുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഒന്ന് ഫുള്ള് അടിച്ച് കഴുകാനുണ്ട്. അപ്പോൾ ആ സമയത്ത് വരുമ്പോൾ ഫുൾ മാറാലയൊക്കെ തൂത്ത് ആദ്യം മുതൽ ഒന്നും കൂടി അടിച്ചു വാരി ഒരു 2-3 പ്രാവശ്യം കഴുകി വിടുമ്പോഴത്തേക്കും ഓക്കെ ആവും. നമുക്ക് പറ്റിയെന്ന് വെച്ചാൽ പെയിൻ്റ് അടിച്ചു എന്ന് ഞാൻ പറയില്ല. പെയിൻ്റ് അടിച്ച സമയത്ത് തന്നെ വന്ന് താമസിച്ചായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷെ അപ്പം കറക്റ്റ് വെള്ളം ബ്ലോക്കായി. ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട് വന്നു. അപ്പം അത് കുറച്ച് പൈസ മുടക്കുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇത്രയും വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയായിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി. പിന്നെ
എന്താ കുറേ പേര് ചോദിക്കുന്നുണ്ട് കാസർഗോഡ് പോകുന്നില്ല എന്നൊക്കെ. അതിനൊക്കെയുള്ള മറുപടിയായിട്ട് ഞാൻ വരും. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയിപ്പോൾ ഉടനെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട്, വീട്ടിലേക്ക് പോയിട്ട് വേണം ഇനി ബാക്കി വൈകുന്നേരത്തെ നോമ്പുറൊക്കെയുള്ള എന്തെങ്കിലും സിമ്പിൾ എന്തെങ്കിലുമാണ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നിധീനെ അത്യാവശ്യം അടുത്താക്കിയിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.